ഇന്ത്യയുടെ ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള വ്യാപാരം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2025 ഇന്ത്യയുടെ ബ്രിക്സ് ട്രേഡ് വോളിയം $416 ബില്യൺ ആദ്യം കേൾക്കുമ്പോൾ ഇത് വലിയ അച്ചീവ്മെൻ്റ് പോലെ തോന്നുമെങ്കിലും ഇന്ത്യ ഗ്ലോബൽ ട്രേഡ് പവറായി മാറുന്നു എന്ന് പലർക്കും തോന്നാം. പക്ഷേ ഈ നമ്പറിന് പിന്നിൽ ഇന്ത്യ ഇക്കോണമിക്ക് വലിയൊരു വാർണിംഗ് സിഗ്നൽ ഒളിഞ്ഞിരിക്കുകയാണ്. കാരണം ട്രേഡ് വോളിയം കൂടിയെങ്കിലും ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഭീകരമായി ഉയർന്നിരിക്കുകയാണ്. 2021 $117 ബില്യൺ ആയിരുന്നു ട്രേഡ് ഡെഫിസിറ്റ്. 2025 ഓൾമോസ്റ്റ് ഡബിളായി $224 ബില്യൺ. അതായത് ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് വളരെ കൂടുതലായി വാങ്ങുന്നു, പക്ഷേ തിരിച്ചായി അത്ര എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് ഫ്യൂച്ചറിൽ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ചലഞ്ചാകുമോ എന്ന ആശങ്ക ഇപ്പോൾ ഉയരുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ബ്രിക്സ് എന്താണ്? ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഉയർന്നത്? ചൈനയും റഷ്യയും ഇവിടെ എന്ത് റോൾ പ്ലേ ചെയ്യുന്നു? ഇന്ത്യക്ക് ഇത് ബെനിഫിറ്റാണോ റിസ്ക് ആണോ? ഫ്യൂച്ചറിൽ ഇന്ത്യ എന്ത് സ്ട്രാറ്റജി എടുക്കും? ആദ്യം ബ്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ബ്രിക്സ് എന്നത് ലോകത്തിലെ വലിയ എമർജിംഗ് എക്കണോമിയുടെ ഗ്രൂപ്പാണ്. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ ഗൾഫ് കൺട്രീസ് പോലുള്ള സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലുള്ള രാജ്യങ്ങളും ബ്രിക്സ് ഇൻഫ്ലുവൻസ് സർക്കിളിലേക്ക് കൂടുതൽ വരുന്നു. ഇന്ന് ബ്രിക്സ് ലോക GDPയുടെ 40% കൂടുതലുള്ള പവർഫുൾ എക്കോണമിക് ബ്ലോക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റേൺ പവേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റത്തിന് ഓൾട്ടർനേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ബ്രിക്സിൻ്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്ന്. ഇന്ത്യ ബ്രിക്സിനെ വളരെ സ്ട്രാറ്റജിക് ആയാണ് കാണുന്നത്. കാരണം പുതിയ മാർക്കറ്റ്സ് ആക്സസ് ചെയ്യണം, ചീപ്പ് എനർജി സെക്യൂർ ചെയ്യണം, ഡോളർ ഡിപ്പെൻഡൻസി കുറയ്ക്കണം, ഗ്ലോബൽ സൗത്ത് ലീഡർഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യണം. ഇവയൊക്കെയാണ് ഇന്ത്യയുടെ വലിയ ലക്ഷ്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ട്രേഡ് ഇംബാലൻസ് ആണ്. 2025 ഇന്ത്യയുടെ ബ്രിക്സ് ഇമ്പോർട്ട്സ് ഏകദേശം $320 ബില്യൺ ആയിരുന്നു. അതേസമയം എക്സ്പോർട്ട്സ് വെറും $96 ബില്യൺ മാത്രം. ഇതെന്താണ് കാണിക്കുന്നത്? ഇന്ത്യ ബ്രിക്സ് കൺട്രീസിൽ നിന്ന് മാസീവ് ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് വാങ്ങുന്നു, പക്ഷേ തിരിച്ചായി അത്ര പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നില്ല. ഇതുകൊണ്ടാണ് ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ചോദ്യം, ഇമ്പോർട്ട്സ് എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ കൂടിയത്? ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ എനർജി ഇമ്പോർട്ട്സ് ആണ്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് മാസീവായി ഉയർന്നു. ഉക്രൈൻ വാറിന് ശേഷം വെസ്റ്റേൺ സാങ്ഷൻസ് കാരണം റഷ്യ ഡിസ്കൗണ്ടഡ് ഓയിൽ സെൽ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അഡ്വാൻറ്റേജ് ഇന്ത്യ എടുത്തു. ചീപ്പ് റഷ്യൻ ഓയിൽ വാങ്ങിയതിലൂടെ ഇന്ത്യക്ക് ഷോർട്ട് ടേം ബെനിഫിറ്റ് കിട്ടി. ഫ്യൂവൽ സപ്ലൈ സെക്യൂറായി, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ സഹായകമായി. പക്ഷേ ഡൗൺ സൈഡ് എന്താണ്? ഇമ്പോർട്ട് ബിൽ ഹ്യൂജായി ഉയർന്നു. റിപ്പോർട്ട്സ് അനുസരിച്ച് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്സിന് ഏകദേശം 61% കമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ഡിപ്പെൻഡൻസി റഷ്യ എനർജിയിൽ വളരെ കൂടുതൽ കൂടുകയാണ്. ഇനി ഏറ്റവും വലിയ ഇംബാലൻസ് ഏത് രാജ്യത്തോടാണ്? ചൈനയോട്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് $100 ബില്യൺ മുകളിലേക്ക് പോയി. ഇത് ഇന്ത്യക്ക് വലിയ സ്ട്രാറ്റജിക് കൺസേൺ ആണ്. കാരണം ഇന്ത്യ ചൈനയിൽ നിന്ന് ഇലക്ട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ മെഷീനറി, ടെലികോം എക്യുപ്മെൻറ്റ്, മാനുഫാക്ചറിങ് കമ്പോണൻറ്റ്സ് എന്നിവ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇന്ത്യയുടെ എക്സ്പോർട്ട് കമ്പാരിറ്റീവ്ലി വീക്കാണ്. അതായത് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഡിപ്പെൻഡൻസി ഇപ്പോഴും വളരെ കൂടുതലാണ്. ഒരു രീതിയിൽ നോക്കിയാൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രീസിന് ചൈനയെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ ഇപ്പോഴും കഴിയുന്നില്ല.